ഈശോയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. ഈ തിരുവചനത്തിൽ ദൈവമക്കളെ ഒരു കർഷകന് തുല്യമാക്കി ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. 19-ാം തിരുവചനം ഇങ്ങനെ തുടങ്ങുന്നു: വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കർഷകൻ്റെ കയ്യിലിരിക്കുന്ന വിത്ത് അത് കളപ്പുരയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അവന് ആ വർഷം ഒരു ഫലവും ഒരു സമൃദ്ധിയും ഉണ്ടാകത്തില്ല. ആ വിത്തിടേണ്ട നിലം ഒരുക്കി ആ നിലത്ത് വിത്ത് വിതറിയാൽ മാത്രമേ അതിൽ നിന്നും അവന് സമൃദ്ധമായി കൊയ്തെടുക്കുവാൻ പറ്റത്തുള്ളൂ. മുന്തിരി കൃഷി ചെയ്യുന്നവനോ അത്തിവൃക്ഷങ്ങൾ നട്ടു അത്തിപ്പഴങ്ങൾ ശേഖരിക്കുന്നവനോ മാതളനാരവും ഒലിവും കൃഷി ചെയ്ത് അതിൽ നിന്നും ഫലം നോക്കി നിൽക്കുന്നവനോ ഇവർക്കാർക്കും, ഇങ്ങനെയുള്ള എല്ലാ കൃഷിക്കാർക്കും ഫലം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: നിരാശപ്പെടേണ്ട. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിനക്ക് ഞാൻ നൽകും. നീ ഏതു മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിൽ നിനക്കൊരു ഉയർച്ചയുമില്ല, സമൃദ്ധിയുമില്ല, ഒരു ഫലവുമില്ല. ഞാൻ വെറുതെ കിടന്ന് അധ്വാനിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയോടും വളരെ സ്പഷ്ടമായി കർത്താവ് അവന് കൊടുക്കുന്ന വാഗ്ദാനമാണ്: ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. നിന്റെ അവസ്ഥ എന്തായിരുന്നാലും ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും ആമേൻ ചൊല്ലി അത് സ്വീകരിക്കാം. കാരണം കർത്താവിൻ്റെ വാഗ്ദാനം ഒരിക്കലും ഫലമാകാതെ പോയിട്ടില്ല. അങ്ങനെ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദാനം തരുമ്പോൾ ആ വാഗ്ദാനം നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്നു മുതൽ നിങ്ങളുടെ സാമ്പത്തിക മേഖല ഉയരും. ഇന്നു മുതൽ നിങ്ങളുടെ രോഗാവസ്ഥകൾ നിങ്ങളെ വിട്ടുമാറും. ഇന്നു മുതൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ സമൃദ്ധമായ വിളവ് ലഭിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ മക്കൾ, തലമുറകൾ അനുഗ്രഹീതമായി മാറും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ, ദൈവം ഇന്ന് തൊട്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഉള്ള കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം, എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. കർത്താവെ, ഹഗ്ഗായി പ്രവാചകനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം ഇന്നു മുതൽ ഞങ്ങൾ സ്വീകരിക്കുവാൻ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.